നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ലാതെ ക്ലിനിക്ക് തുടങ്ങാന്നുള്ളതല്ലോ. എന്റെ അമ്മയുടെ പേരിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാന്നുള്ളതും എന്റെ ആവശ്യവും വാശിയും തന്നെയാണ്. ആ ആവശ്യത്തിന് പോയപ്പോഴാണല്ലോ പറക്കം തളികയിൽ അന്യഗ്രഹ ജീവികൾ വന്ന് സ്വാമിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ കൊണ്ടുപോയത്. അത് വേറൊരു നാടകമാണോന്ന് എനിക്ക് സംശയമുണ്ട്. അക്ഷര, എന്നെ തടയണ്ട. എനിക്ക് തോന്നിയ സംശയം ഞാൻ അന്നേ നിങ്ങളോട് പറഞ്ഞതല്ലേ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ക്ലിനിക്ക് തുടങ്ങുന്ന തടയാനായിട്ട് ഞാൻ എന്തോ ചെയ്തു വെച്ചെന്നോ? ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നതിനും ഒറ്റപ്പെടുത്തുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മകളാണെന്നൊന്നും ഞാൻ നോക്കില്ല. നീ തന്നെ നിന്നെ എന്റെ ശത്രുവായിട്ട് പ്രഖ്യാപിക്കരുത്. ഡാഡി എന്നെ ശത്രുവായിട്ട് കണ്ടാലും കുഴപ്പമില്ല. എന്റെ സംശയങ്ങളാ ഞാൻ പറഞ്ഞത്. നിരഞ്ജൻ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. തൽക്കാലം സാമ്പ്രാണിക്കുടയിലെ ആധാരം അവിടുത്തെ അലമാരിയിൽ തന്നെ ഇരിക്കട്ടെ. അതൊരു പണയവസ്തുവായി ബാങ്ക് ലോക്കറിൽ കൊണ്ട് വെക്കണ്ട. ഞാൻ വേറൊരു വഴി നോക്കുന്നുണ്ട്. സ്വാമി ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്യും. സ്വാമി അറേഞ്ച് ചെയ്യുമെന്നോ? കൊള്ളാലോ. 50 ലക്ഷം രൂപ അറേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ സ്വാമിക്ക് ഉണ്ടോ? അങ്ങനെയല്ല, സ്വാമിയുടെ പരിചയത്തിലുള്ള ഏതോ ഒരു മാർവാടി. ഇത്തിരി പലിശ കൂടുതലാണെന്നേ ഉള്ളൂ, എന്നാലും സാരമില്ല. തൽക്കാലം നമ്മുടെ അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. അതെ, അഭിമാനം ഉള്ളത് കൊണ്ട് തന്നെ പറയാ. സ്വാമിയുടെ ഇടപാടിലുള്ള ഒരു ചില്ലി കാശ് പോലും ഞങ്ങൾക്ക് വേണ്ട. അങ്ങനെ ഞങ്ങൾ ക്ലിനിക്ക് തുടങ്ങുന്നതുമില്ല. റോഡരികില് ഒരു മേശയും കസേര ഇട്ടിട്ടായാലും രോഗികളെ നോക്കും. അതിന് വലിയ കെട്ടിടം വേണമെന്നൊന്നുമില്ല.